മഴതോരും മുൻപേ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത് സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അലീന തൻ്റെ ചേച്ചിയാണെന്ന സത്യങ്ങളെല്ലാം രോഹിത് തിരിച്ചറിയാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈദ്യരുടെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വൈദ്യ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രോഹിത് സത്യങ്ങളെല്ലാം തിരിച്ചറിയാണ്. അലീന തൻ്റെ ചേച്ചിയാണെന്നുള്ള സത്യം മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് അലീനയും രേവതിക്കുട്ടിയും സംസാരിച്ചിട്ടുള്ള ആ ഒരു വോയിസ് ക്ലിപ്പൊക്കെ കേട്ടിട്ടായിരിക്കും രോഹിത് സത്യങ്ങളെല്ലാം അറിയുന്നത്. അതിനുശേഷം രോഹിത്തിന് നല്ല കുറ്റബോധമായിരിക്കും. ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയോടാണല്ലോ ഈ ദ്രോഹം ചെയ്തത്, ഈ വൃത്തികേട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ പൊട്ടിക്കരയാണ്. അങ്ങനെ ഒരു ദിവസം മനു കടപ്പാട്ടൂരിലെത്തും വൈജിയുടെ വീട്ടിൽ. അലീന കുറേ ദിവസമായിട്ട് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മനുവേട്ട എനിക്കൊന്ന് അമ്മയെ കാണണം, അമ്മയെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ദൂരെ നിന്നത് കണ്ടാൽ മതി, കണ്ടിട്ട് ഞാൻ അപ്പോൾ തന്നെ പോയിക്കോളാം എന്നൊക്കെ അലീന നിറകണ്ണുകളോടുകൂടി പറയുമ്പോൾ അലീന ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മനു എത്തുന്നുണ്ട്. അങ്ങനെ അലീനയെയും കൂട്ടി മനു പോകാൻ തുടങ്ങുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ ഞാനും വന്നോട്ടെ അമ്മയെ കാണാൻ? ഹോസ്പിറ്റലിലേക്ക് ചേച്ചി അമ്മയെ കാണാനാണ് പോകുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ മനു അവിടെ ഞെട്ടുന്നുണ്ട്. കാരണം രോഹിത്തിൻ്റെ ആ ഒരു മാറ്റം കണ്ടിട്ട് സാധാരണ അവൻ അവളെ ഇവളെ എന്നൊക്കെയാണല്ലോ അനിയലെ വിളിക്കാറുള്ളത്. അപ്പോൾ എന്താ ഒരു ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത് എന്നെല്ലാം ഒരു നിമിഷം മനു അവിടെ ചിന്തിച്ചു പോവാണ്. അങ്ങനെ മനു പറയുന്നുണ്ട്, എന്നാൽ നീയും പോരെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീനയും രോഹിത്തും മനുവും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ശിവശങ്കർ രാജീവും ഒന്നും ഇല്ലാത്തൊരു സമയത്തായിരിക്കും അവരവിടെ എത്തുക. അങ്ങനെ അവരവിടെ ചെല്ലുമ്പോൾ ഗംഗാധരനും ബാലചന്ദ്രനും ഒക്കെ ഐസിയുവിന് പുറത്ത് നിൽപ്പുണ്ടാവും. എങ്ങനെയുണ്ട് അങ്കിളെ ആൻറ്റിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, അപകട നിലയൊക്കെ തരണം ചെയ്തു, തലയ്ക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത്, ബോധം ശരിക്കും വന്നിട്ടില്ലെങ്കിലും 1-2 തവണ അവൾ കണ്ണു തുറന്നു, പക്ഷേ ആരെയും തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ ആൻറ്റി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ കാണാനൊക്കെ പറ്റും, പക്ഷെ ഒരുപാട് നേരം അതിനകത്ത് നിൽക്കാൻ പറ്റില്ല, കണ്ടിട്ട് വേഗം തന്നെ ഇറങ്ങിക്കൊള്ളണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന നിനക്ക് കാണണ്ടേ വൈജയ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മാഡത്തിന് എന്നെ കാണുന്ന ഇഷ്ടമല്ലല്ലോ, ഞാൻ കയറി കണ്ടു കഴിഞ്ഞാൽ മാഡം വയലൻ്റ് ആകില്ലേ, അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്ന് കണ്ടോളാം എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നീ എന്തായാലും അവളെ കാണാൻ വേണ്ടി വന്നതല്ലേ, അവൾക്കിപ്പോൾ ബോധം വന്നിട്ടില്ലല്ലോ, നീയും മനുവിൻ്റെയും രോഹിത്തിൻ്റെയും കൂടി കയറി കണ്ടോ എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മാഡത്തിനെ ആരെയും തിരിച്ചറിയാൻ പറ്റില്ല സാറേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അവൾക്ക് ശരിക്കും ബോധം വന്നാലേ എന്തെങ്കിലും പറയാനായിട്ട് പറ്റുള്ളൂ, ഒന്നുകിൽ അവളെ എല്ലാവരെയും തിരിച്ചറിഞ്ഞ് പഴയ വൈജിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അനങ്ങാൻ പോലും പറ്റാതെ ഒരു ജീവച്ഛവമായി കിടക്കുന്ന വൈജിയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിറ കണ്ണുകളോടുകൂടി അലീന ആകെ ഞെട്ടിത്തെറിച്ച് ബാലചന്ദ്രനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ, ഈ അവസ്ഥയിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ എത്ര തവണ ബാലചന്ദ്രനോട് പറഞ്ഞു അവളോടൊന്ന് ക്ഷമിക്കാനായിട്ട്, അവളോട് ദേഷ്യം കാണിക്കുമായിരുന്നു, പക്ഷേ അവളുടെ മനസ്സിനെ അങ്ങനെ കുത്തി നോവിക്കണ്ടായിരുന്നു, ദൈവം എല്ലാവർക്കും ജീവിക്കാനായിട്ട് ഒരു സെക്കൻഡ് ചാൻസ് തരണമെന്നില്ലല്ലോ എന്നൊക്കെ ഗംഗാധരൻ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ബാലചന്ദ്രനാണെങ്കിലോ നിറ കണ്ണുകളോടുകൂടി തലയും താഴ്ത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഈ ഒരു സങ്കടമൊക്കെ കാണുമ്പോൾ രോഹിത്തിനാണ് ഭയങ്കര വിഷമാവുന്നത്. ഞാൻ ഒരു നിമിഷം എൻ്റെ അമ്മയുടെ കൂടെ നിന്ന് എൻ്റെ അച്ഛനെ തെറ്റിദ്ധരിച്ചു പോയി, അലീന ചേച്ചി അമ്മയുടെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അറ്റാക്ക് പോലും വന്നതാണ് എന്നൊക്കെ ബാലചന്ദ്രനെ നോക്കി മനസ്സിൽ എങ്ങനെ പറയുന്നുണ്ട് രോഹിത്. എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് രോഹിത് ബാലചന്ദ്രനെ ചേർത്ത് പിടിക്കും. അച്ഛ എന്നുള്ള രോഹിത്തിൻ്റെ ആ ഒരു വിളി കേട്ടതും അറിയാതെ ബാലചന്ദ്രൻ രോഹിത്തിനെ കെട്ടിപ്പിടിച്ച് ഒരേ കരച്ചിലാണ് കേട്ടോ. അപ്പോൾ രോഹിത്തും അവിടെ പൊട്ടിക്കരയുന്നുണ്ടാവും. അപ്പോൾ രോഹിത് ബാലചന്ദ്രനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛൻ കരയാതിരിക്കുക, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് ബാലചന്ദ്രനെ ഇങ്ങനെ സമാധാനിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രോഹിത്തിൻ്റെ ഈ ഒരു മാറ്റമൊക്കെ കാണുമ്പോൾ മനുവിനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ബാലചന്ദ്രനെ എല്ലാവരും എപ്പോഴും ഒറ്റപ്പെടുത്തിയ പോലെയായിരുന്നല്ലോ, ഇത് കാണുമ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ പറയും, മോൻ പോയിട്ട് അമ്മയെ കണ്ടിട്ട് വാ, നേഴ്സിനോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്താണെങ്കിൽ ഐസിയുൻ്റെ വാതിൽ വരെ ഒന്ന് പോയിട്ട് അലീനയെ ഒന്ന് തിരിഞ്ഞു നോക്കും. എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിയും വാ, ചേച്ചിക്കും അമ്മയെ കാണണ്ടേ എന്ന് രോഹിത്ത് ചോദിക്കുമ്പോൾ ബാലചന്ദ്രനും മനുവും അലീനയും എല്ലാവരും അത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. മനു പതിയെ അലീനയോട് പറയുന്നുണ്ട്, അലീന നീ അവൻ്റെ കൂടെ കയറി കണ്ടിട്ട് വാ, ഇപ്പം എന്തായാലും ആൻറ്റിക്ക് ബോധമൊന്നും വന്നിട്ടില്ലല്ലോ, ബോധം വന്നാൽ നിനക്ക് ആൻറ്റിയെ കാണാൻ പറ്റില്ല,
ആൻറ്റി അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അലീനയാണെങ്കിൽ രോഹിത്തിൻ്റെ കൂടെ പോവുകയാണ് വൈജയെ കാണാനായിട്ട്. വൈജയുടെ ആ കിടപ്പൊക്കെ കാണുമ്പോൾ അലീന അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. അപ്പോൾ നഴ്സ് പറയും പേഷ്യൻറ്റിനെ ശല്യപ്പെടുത്താൻ പാടില്ല, കണ്ടിട്ട് വേഗം ഇറങ്ങണം, ഇനി ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കണമെങ്കിലാവാം, ബോധം വരികയാണെങ്കിൽ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുമെന്നോ എന്ന് നോക്കാലോ എന്ന് പറയുമ്പോൾ രോഹിത്ത് വൈജയെ വിളിക്കുന്നുണ്ട്. അമ്മേ ഞാനാണ്, രോഹിത്താണ് അമ്മ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത്ത് വിളിക്കുന്നുണ്ടെങ്കിലും വൈജയുടെ കൈ ജസ്റ്റ് ഒന്ന് അനങ്ങുകയല്ലാതെ വൈജ കണ്ണ് തുറക്കുന്നില്ല. അപ്പോൾ രോഹിത്ത് അലീനയോട് പറയും ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക്, ചേച്ചി വിളിച്ചാൽ ഒരു പക്ഷേ അമ്മ കണ്ണു തുറന്നാലോ എന്ന് പറയുമ്പോൾ വേണ്ട മോനെ, ഞാൻ വിളിച്ചാൽ മേഡത്തിന് അത് ഇഷ്ടാവില്ല, എന്നെ കണ്ടാൽ മേഡത്തിൻ്റെ അവസ്ഥ കുറച്ചുകൂടി മോശമാവുകയുള്ളൂ, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് അലീന. അപ്പോൾ രോഹിത്താണെങ്കിൽ മാഡത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി, എനിക്കിനി മാഡം തിരിച്ചു വരുമ്പോൾ ബാലചന്ദ്രൻ സാർ മാഡത്തെ ഒരുപാട് സ്നേഹിക്കും, അവർക്കിടയിലെ പ്രശ്നങ്ങളും അവസാനിക്കും, മാഡത്തിനെ അപ്പോൾ ഞാൻ പോകണമെന്നാണെങ്കിൽ ഞാൻ എന്തായാലും പോയിക്കോളാം എന്നൊക്കെ അലീന രോഹിത്തിനോട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് തിരിച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങോട്ട് പോകാനാ, ചേച്ചി എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന അവിടെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവനിത് എന്ത് പറ്റി, ഇത്ര കാലം എന്നെ പുറത്താക്കാനായിരുന്നല്ലോ ഇവൻ്റെ ആഗ്രഹം, ഇപ്പോൾ എന്താ പറ്റിയത് എന്നൊക്കെ അലീന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയും ചേച്ചി എങ്ങോട്ടും പോകുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരംഗമായിട്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കും, ഞങ്ങളുടെ വീടിനെ താങ്ങി നിർത്തി ചേച്ചി നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം, അതുപോലെ ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഞങ്ങളുടെ ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ വേണം, ചേച്ചി ഇപ്പോൾ എന്നോട് കൂടുതലായിട്ടൊന്നും ചോദിക്കരുത് എന്നും പറയുന്നുണ്ട് കേട്ടോ രോഹിത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം, കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചേച്ചി ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്, ഒന്നും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ ഇപ്പോൾ ഉള്ളത്, ഞങ്ങളുടെ അമ്മയെ ചേച്ചി ഇനി സ്വന്തം അമ്മയായിട്ട് വേണം കാണാനായിട്ട് എന്ന് പറയുമ്പോൾ അലീന സ്വയം മനസ്സിൽ പറയും സ്വന്തം അമ്മ തന്നെയാണ് മോനെ, ഞാനിപ്പോൾ അത് തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം തകരും, അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റിയാൽ മാത്രം മതി എന്നൊക്കെ അലീന അവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് വൈജിയുടെ കൈ ഒന്ന് പിടിച്ചതിന് ശേഷം അലീന പുറത്തേക്ക് പോകുന്നുണ്ട്. ശേഷം രോഹിത് ആണെങ്കിൽ വൈജിയോട് പറയും ഇപ്പോൾ ഇവിടുന്ന് പോയത് അമ്മയുടെ സ്വന്തം മകളാണ്, ഞങ്ങളുടെ ചേച്ചി, അമ്മ ഇത് കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാണ് അമ്മ ഇനിയും ചേച്ചിയെ വേദനിപ്പിക്കരുത്, പുറത്താക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ രോഹിത് വൈജിയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം രോഹിതം പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ വൈജിയെ കണ്ടുവന്ന അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ നീ അമ്മയെ കണ്ടോ, നീ അമ്മയെ വിളിച്ചു നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഞാൻ അമ്മയെ വിളിച്ചു നോക്കിയിട്ടില്ല, ഞാൻ വിളിച്ചിട്ട് അമ്മ എങ്ങാനും കണ്ണു തുറന്നാൽ അമ്മ എന്നെ തല്ലിയാലോ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലോ അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല, എന്നെ കണ്ടാൽ അമ്മയ്ക്ക് അസുഖം കൂടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയും അങ്ങനെയെങ്കിലും അവളൊന്ന് സംസാരിക്കട്ടെ, അങ്ങനെയെങ്കിലും അവൾക്കൊന്ന് ബോധം വരട്ടെ എന്ന് പറയുമ്പോൾ അലീന പറയും സാർ വിഷമിക്കണ്ട, എനിക്കറിയാം സാറിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ടെന്ന്, മാഡം പഴയതുപോലെ തന്നെ തിരിച്ചു വരും, ഇനി അച്ഛൻ മാഡത്തിൻ്റെ അടുത്ത് ദേഷ്യം വെക്കരുത്, തെറ്റുകൾ പറ്റാത്തതായിട്ട് ആരുമില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഞാൻ ചോദിക്കും ക്ഷമിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛാ, അച്ഛൻ അമ്മയോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ശരി ഞാൻ ക്ഷമിച്ചു, വൈദ്യൊന്ന് കണ്ണ് തുറന്നാൽ മാത്രം മതി എനിക്ക് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട് അച്ഛൻ പേടിക്കണ്ട, അമ്മ വേഗം കണ്ണു തുറക്കും, ഇനി അമ്മ എന്നോട് പോകാൻ പറഞ്ഞാൽ അച്ഛൻ എന്നെ പിടിച്ചു നിർത്തരുത്, അച്ഛൻ അമ്മയെ സങ്കടപ്പെടുത്താനും പാടില്ല, എൻ്റെ വൈജയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങി പോടി എന്ന് തന്നെ വേണം അച്ഛൻ എന്നോട് പറയാനായിട്ട് എന്ന് പറയുമ്പോൾ എന്ന് അലീന പറയുന്നുണ്ട്. തുടർന്ന് ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിക്കോളും, ഞാൻ പൊയ്ക്കോളാം അച്ഛ എന്നൊക്കെ അലീന നിറകണ്ണുകളോടുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് രോഹിത്തും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രോഹിത്തിന് വന്നിട്ട് പറയുന്നുണ്ട് വേണ്ട അച്ഛാ, ചേച്ചിയെ പറഞ്ഞു വിടരുത്, ചേച്ചിയെ പോകാൻ സമ്മതിക്കരുത്, ചേച്ചി അവിടെ വേണം, ഇനി അമ്മയെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ, മുത്തശ്ശിക്ക് എന്തായാലും നോക്കാൻ പറ്റില്ല, ഭവിത പിന്നെ അങ്ങോട്ട് നോക്കുക വേണ്ട, അച്ഛന് ഓഫീസിൽ പോകണം, ഞങ്ങൾക്കാണെങ്കിൽ ക്ലാസ്സിലും പോകണം, അതുകൊണ്ട് അച്ഛൻ ചേച്ചിയെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടരുത് എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിൻ്റെ ആ മാറ്റം കണ്ടും ബാലചന്ദ്രനും ശരിക്കും ഷോക്കാവാണ്. അപ്പോൾ ഇതെന്താടാ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത്ര കാലം അമ്മയ്ക്കും മകനും ഒക്കെ അലീനയായിരുന്നല്ലോ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയും അതൊക്കെ അപ്പോഴല്ലേ അച്ഛാ, അച്ഛൻ എന്തായാലും ചേച്ചിയെ പറഞ്ഞു വിടരുത്, അമ്മ പലതും പറയും, പക്ഷേ അച്ഛൻ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറയുമ്പോൾ ആലോചിക്കാം അതൊക്കെ പോട്ടെ, ഇത്ര കാലമില്ലാത്ത ഒരു ചേച്ചി വിളി ഇപ്പോൾ എന്താ വീണ്ടും, വല്ല കെണിയാണോ ആ ഹരിയുടെ കൂടെ കൂടിയെന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛാ, ചേച്ചി എനിക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് ചേച്ചി ഉപദ്രവിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഓ നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയോ, ഇങ്ങനെയൊക്കെ പോയാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ അവരവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
ഇതേ സമയം മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അലീന ഒന്ന് എൻ്റെ കൂടെ വന്ന് ക്യാൻറ്റീനിൽ പോയിട്ട് നമുക്കൊരു ചായ വാങ്ങിക്കണം. അങ്കിളേ ഞാൻ അലീനയും കൂട്ടി പോയിട്ട് ചായ വാങ്ങിയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയതിന് ശേഷം രോഹിത്ത് പറയും, അച്ഛൻ ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് സത്യം, എന്ത് സത്യമാണ് നീ അറിഞ്ഞത് എന്ന് ഞെട്ടലോടുകൂടി ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന ചേച്ചി അമ്മയുടെ സ്വന്തം മകളാണെന്നുള്ള സത്യം മുത്തശ്ശിയുടെ ഫോണിലുള്ള വോയിസ് മൊത്തം ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അത് കേട്ട് ശരിക്കും ഷോക്കാവാണ്. അച്ഛൻ ഇനിയും അമ്മയോട് ദേഷ്യപ്പെടരുത്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛൻ്റെ അവസ്ഥ. അമ്മയ്ക്കൊരു തെറ്റുപറ്റി, എനിക്ക് അമ്മയെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് അമ്മയെയും വേണം അച്ഛനെയും വേണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലീനയോ, അവളെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയെ നമുക്ക് പറഞ്ഞു വിടണ്ട അച്ഛാ, ചേച്ചി നമ്മുടെ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് രോഹിത് ബാലചന്ദ്രൻ്റെ തോളിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും രോഹിത്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോനെ നീ അലീനയും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു വരുന്നുണ്ട്, എടാ മനുവേ ഇവരെ നീ വീട്ടിലേക്ക് ആക്കുക, അവിടെ ബബിതമോളും കൃഷ്ണമോളും ഒറ്റയ്ക്കല്ലേ ഉള്ളത്, ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനു ആണെങ്കിൽ അവരെയും കൂട്ടി ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ പോകാൻ നിൽക്കുമ്പോൾ അലീന പറഞ്ഞ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസാമയും എല്ലാം ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അലീന ചേച്ചി ഇപ്പോൾ എങ്ങനെയുണ്ട്, ചേച്ചിയുടെ മാഡത്തിന് ഉണർന്നോ, ചേച്ചിയോട് മാഡം ദേഷ്യപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയും, ഇല്ല മോളെ ഉണർന്നിട്ടില്ല, കുറച്ച് സീരിയസ് ആണ്, മാഡം കണ്ണ് തുറക്കാത്തത് കൊണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസാമയും മാമച്ചനും ഒക്കെ വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത്. അങ്ങനെ അലീനയുടെ അടുത്ത് രോഹിത്ത് നിൽക്കുന്നത് കണ്ട് രേവതിക്കുട്ടി ഒന്ന് നോക്കൂട്ടോ. എന്നിട്ട് അലീനയോട് പതിയെ പറയും, ചേച്ചിയെ ദ്രോഹിച്ചവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ രോഹിത്താണെങ്കിൽ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മിണ്ടാതെ നിൽക്കുമോളെ, ഇതാണ് വൈജയന്തി മേഡത്തിൻ്റെ മകൻ രോഹിത്ത് എന്ന് പറയുമ്പോൾ എനിക്കറിയാം ദ്രോഹിയെക്കുറിച്ച് ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ രോഹിത്താണെങ്കിൽ അവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. സോറി, ദ്രോഹിയല്ല, രോഹിത്ത് നിന്നെക്കുറിച്ച് ചേച്ചി എന്നോട് പറയാറുണ്ട്, നീ ചേച്ചിയോട് കാണിച്ചപ്പോൾ ഉണ്ടായ പ്രവൃത്തികളെല്ലാം ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അലീന പറയും, മോളെ നീ ഒന്ന് മിണ്ടാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ ചേച്ചി മിണ്ടാതെ നിൽക്കണം, അവൻ ചേച്ചിയോട് കുറച്ചൊന്നും അല്ലല്ലോ കാട്ടിക്കൂട്ടിയത്, ഇനി മേലാൽ എൻ്റെ ചേച്ചിയെ നീ ദ്രോഹിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് ഒരു വരവ് വരും, അലീന ചേച്ചിയെ പോലെയല്ല ഞാൻ അത്രയ്ക്ക് പാവമൊന്നുമല്ല, എൻ്റെ ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊന്നും നീ കരുതണ്ട, ഞാനുണ്ട് എൻ്റെ ചേച്ചിക്ക്, പിന്നെ മാമച്ചനങ്ങളും ഗ്രേസ് ആൻറ്റിയും ഒക്കെ ഉണ്ട്. രേവതിക്കുട്ടിയുടെ ഈ ഡയലോഗൊക്കെ കേട്ടിട്ട് രോഹിത് ആണെങ്കിൽ അലീനയോടെ മെല്ലെ ചോദിക്കും, ചേച്ചി ഇത് കടിക്കുമോ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി എന്താ നീ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മോളെ നീ ഒന്നും മിണ്ടാതെ നിന്നേ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് വീണ്ടും ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടി എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം ചേച്ചിയോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ എന്തായാലും രേവതിക്കുട്ടിയുടെ ആ സംസാരമൊക്കെ കേട്ടിട്ട് രോഹിത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ട് രോഹിത്തിന് രേവതിക്കുട്ടിയുടെ ഏകദേശം അവസാന ഭാഗമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ രോഹിത്തും രേവതിക്കുട്ടിയും ഒന്നിക്കുന്ന കിടലൻ എപ്പിസോഡുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്